ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നിഷിത ആ ഒരു DNA റിസൾട്ടിൻ്റെ ആ ഒരു റിപ്പോർട്ട് നമ്മുടെ മഹേഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. മഹേഷ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും കേട്ടോ. മോളെ കാണണ്ടേ എന്ന് നിഷിത ചോദിക്കുമ്പോൾ വേണമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ചിപ്പിനെ വിളിക്കുകയാണ് നിഷിത. ചിപ്പി ഓടി വരുന്നുണ്ട്, ഡാഡി എന്ന് പറഞ്ഞിട്ട് വരികയാണ്. അങ്ങനെ നമ്മുടെ മഹേഷ് ആണെങ്കിൽ നമ്മുടെ ചിപ്പിനെ ചേർത്ത് പിടിച്ച് പൊക്കിയെടുത്ത് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ചിപ്പി അങ്ങനെ തന്നെയാണ്. ചിപ്പി പറയുന്നുണ്ട്, ഡാഡി അടുത്ത് മോളുടെ അടുത്ത് ഡാഡി എന്താ കൂട്ടാതിരുന്നത്? 2-3 ദിവസമായിട്ട് എന്നോട് സംസാരിക്കാറില്ല, മോൾക്ക് എന്ത് വിഷമോ എന്നറിയാമോ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, സോറി മോളെ, ഇനി ഒരിക്കലും ഡാഡിയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനത്തെ ഒരു തെറ്റുണ്ടാവില്ല എന്ന് പറയണ. സാരില്ല ഡാഡി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുക കേട്ടോ. ആ സമയത്ത് ഇഷിത പറയുന്നുണ്ട്, കണ്ടില്ലേ മഹേഷ്, ഇതാണ് ആത്മബന്ധം എന്ന് പറയുന്നത്. ഒരു DNA ടെസ്റ്റും റിസൾട്ടിൻ്റെ കാര്യം പോലും ഇല്ല ശരിക്കും പറഞ്ഞാൽ എന്ന് പറയാണ്. ഈ ഒരു ബോണ്ടിങ് ആണ് രക്തത്തെ തിരിച്ചറിയണത് എന്നൊക്കെ പറയാണ്. ശരിയാ ഇഷിത പറഞ്ഞത്. ആ ഒരു സമയത്ത് ഞാൻ ഭയങ്കര വിഡ്ഢിയായിപ്പോയി. ആകാശിൻ്റെ ആ ഒരു ചതി ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. പക്ഷേ സാരില്ല, എന്തായാലും മനസ്സിലായല്ലോ. ഇനിയെങ്കിലും മഹേഷ് ഒരു കാര്യം മനസ്സിലാക്കണം. ജീവിതത്തിൽ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളിലൊക്കെ ആത്മഹത്യയും അല്ലെങ്കിൽ ഒളിച്ചോട്ടോ എന്നല്ല വേണ്ടത്. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് കണ്ടുപിടിക്കേണ്ടത് എന്നൊക്കെ പറയാണ്. ശേഷം നമ്മുടെ മാഷ് വരുന്നുണ്ട്, എനിക്ക് അങ്ങോട്ട് വരാവോ എന്ന് ചോദിക്കുകയാണ്. അതിനെന്താ വാച്ച എന്ന് പറഞ്ഞിട്ട് മഹേഷ് വിളിക്കുന്നുണ്ട്. മോനെ മഹേഷേ, നിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇഷിത എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മോൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോളും ഉപേക്ഷിച്ച് പോകുന്നുള്ള പേടിയായിരുന്നല്ലോ മഹേഷിന്. ഒരിക്കലും ഞാൻ എൻ്റെ മോളായിട്ട് പറയല്ല, പക്ഷെ ഒരിക്കലും ഇഷിത മഹേഷിനെ കൈവിടില്ല. ലോകത്ത് ആരൊക്കെ മഹേഷിനെ കൈവിട്ടാലും എൻ്റെ മോള് കൈവിടില്ല. കാരണം എന്താണെന്നറിയാവോ, ഇവൾക്ക് ബന്ധങ്ങളുടെ വില അറിയാം. മഹേഷുള്ള ഭർത്താവാണ്. മഹേഷിനൊരു വിഷമം വന്നപ്പോൾ എൻ്റെ മോള് വേദനിച്ചത് ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ എന്ന് പറയുമ്പോൾ മഹേഷിനാകെ വിഷമമാവും കേട്ടോ. സാരമില്ല, എന്തായാലും എല്ലാം നല്ലതിനായിരുന്നല്ലോ. എന്തായാലും മഹേഷിൻ്റെ ഉള്ളിൽ ആ ഒരു സംശയവും മാറിക്കിട്ടിയല്ലോ. അതെ, മാറിക്കിട്ടി. എനിക്കിനി കാണേണ്ടത് അയാളെയാണ്, ആകാശിനെ. വേണ്ട മഹേഷ്, ഇനി അയാളുടെ പ്രശ്നത്തിനൊന്നും പോകണ്ട. അയാൾ എന്താ ചെയ്തോട്ടെ എന്ന് പറയാണ്. ഇല്ല, എനിക്ക് അയാൾ എന്തായാലും കണ്ടേ പറ്റൂ. എന്നെ ഇത്രമാത്രം ദ്രോഹിച്ച് വേദനിപ്പിച്ചെന്നെ എനിക്ക് അയാളെ കാണണം ഇഷിത, പ്ലീസ്. ആകെ ഒരേ ഒരു പ്രാവശ്യം ഞാനൊന്ന് പോയി കണ്ടോട്ടെ. ശരി എന്ന് പറയാണ്. കൂടെ എനിക്ക് ചിപ്പി മോളെയും കൂടി കൊണ്ടുപോകണം. അതെന്തിനാ ചിപ്പിനെ കൊണ്ടുപോകണം? ഇഷിതയും വാ, ഒരു അടിപൊളി പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ അവർ നേരെ ആകാശിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ആകാശാണെങ്കിലോ അവിടെ TV-ക്കാരും അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിന് വേണ്ടി ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൃണാലിനിയാണ് മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ ക്യാമറയൊക്കെ ഓണാക്കി വെച്ചിരിക്കുകയാണ് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി. കാരണം ആകാശിൻ്റെ മകളാണ് ചിപ്പി. അവർ തമ്മിൽ ആകാശിന് രചനയുണ്ടായ മകളാണ് ചിപ്പി എന്നൊക്കെ TV-യിൽ വിളിച്ചു പറയാൻ വേണ്ടിയിട്ട് ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. സുന്ദരന്മാരായിട്ട് രചനയും അതുപോലെ തന്നെ ആകാശം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് തന്നെ മഹേഷ് അവിടേക്ക് വരുവാണ്. മഹേഷിന് മനസ്സിലായ ഏകദേശം കാര്യങ്ങളൊക്കെ TV കൂടി ഇൻ്റർവ്യൂ നടത്തി വിളിച്ചു പറയണ ഇവരുടെ ഉദ്ദേശമൊന്നും. ഇവരെപ്പോഴും അങ്ങനെയാണല്ലോ, മുമ്പ് ഇഷിതനെ കൊണ്ട് തന്നെ കുടുക്കിയതും ഇങ്ങനെ തന്നെയാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മുടെ മഹേഷിന് അത് കണ്ടപ്പോൾ തന്നെ കാര്യം മനസ്സിലായി. ഇൻ്റർവ്യൂ ഒക്കെ നടത്തുമായിരിക്കും അല്ലേ? അതേടാ, ഇൻ്റർവ്യൂ നടത്തുക എന്ന് ആകാശ് പറയണേ. എന്തിനാണാവോ ഇൻ്റർവ്യൂ? അതോ വേറൊന്നുമല്ല, ചിപ്പി എൻ്റെ മകളാണല്ലോ, അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് ജസ്റ്റ് ഞാൻ വിചാരിച്ചു എന്നാൽ TV-യിലും ചാനലുകളിലൊക്കെ ഇടാമെന്ന് ഞാനങ്ങോട്ട് വിചാരിച്ചു. അതിന് നിനക്കെന്താ പ്രശ്നം? എൻ്റെ മോളെക്കുറിച്ചല്ലേ ഞാൻ പറയാൻ പോണത്. അതെ അല്ലേ, ഓക്കെ. അല്ല, ആകാശിൻ്റെ രചനയിൽ മോളുണ്ടോ? ഞാൻ അറിഞ്ഞില്ല കേട്ടോ. അവൾ രണ്ടാമത് പെറ്റായിരുന്നോ എന്നൊക്കെ മഹേഷ് ചോദിക്കുകയാണ്. എന്താണ് നീ പൊട്ടം കളിക്കുവാണോ? നിനക്കറിയില്ലേ ചിപ്പി എൻ്റെ മകളാണെന്ന്? ശരിയാ, നിങ്ങളങ്ങനത്തെ ഒരു കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷേ അതങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ. ഇവൾക്ക് ചിലപ്പോൾ ഞാനല്ലാണ്ട് നീയല്ലാണ്ട് ചിലപ്പോൾ വേറെ ബന്ധങ്ങളൊക്കെ കാണാമായിരിക്കാം. അങ്ങനെ പല പുരുഷന്മാരുടെ കൂടെയൊക്കെ ഇവൾ പോയിട്ടുണ്ടാവാം. അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം എനിക്കറിയാം, ചിപ്പി അതെൻ്റെ മോളാടാ എന്ന് മഹേഷ് പറയണം. ഒരിക്കലുമില്ല, അതെൻ്റെ മോളാ. അത് നിനക്ക് എന്താണ് ഇത്ര ഉറപ്പ്? ഇവളുടെ സ്വഭാവമല്ലേ, ചിലപ്പോൾ നിൻ്റെ ആയിരിക്കില്ല എന്ന് പറയുമ്പോഴേക്കും നീ വെറുതെ അനാവശ്യം പറയരുത് എന്ന് രചന പറയുമ്പോൾ അടങ്ങിടി അവിടെ എന്ന് പറയാണ്. അതെ, എന്തായാലും ഇവൾ ഒരുപാട് പേരുടെ കൂടെയൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ ചിപ്പി എൻ്റെ മോളാ എന്ന് മഹേഷ് പറഞ്ഞു. അതിനെന്താണ് തെളിവ്? നിൻ്റെ കയ്യിൽ എന്താ തെളിവ് എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ തെളിവുണ്ട്. എൻ്റെ കയ്യിൽ DNA ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുണ്ട്. ആണോ? എന്നാൽ അതൊന്ന് കാണിച്ചെന്നേ എന്ന് പറയാണ്. ജസ്റ്റ് ഒരു മിനിറ്റ് എന്ന് പറയുന്നുണ്ട്. ഈശ്വര, ഇവനെന്താ ഇപ്പോൾ റിപ്പോർട്ടൊക്കെ ചോദിക്കണത്? ഇനി ഇവനെന്താ സത്യങ്ങളെങ്ങാനും അറിഞ്ഞോ എന്ന് ആകാശം ഇങ്ങനെ നോക്കുവാണ്. ഒരു സെക്കൻഡ് നമ്മൾ റൂമിലേക്ക് പോവാണ്. എന്ത് ചെയ്യും രചന എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എന്ന് പറയാണ്. അതിനുശേഷം മഹേഷ് വേണ്ട, റിപ്പോർട്ടൊന്നും ഇല്ലല്ലേ, നിനക്ക് നാണമില്ലേടാ ഇങ്ങനെ പറയാനായിട്ട്? എല്ലാവർക്കും ഉണ്ടായ കുഞ്ഞ് നിൻ്റെ കുഞ്ഞാണെന്ന് പറയാനായിട്ട് നിനക്ക് നാണമില്ലേ? എന്താണ്, നിനക്ക് അതിനുള്ള കഴിവില്ലേടാ? അതുകൊണ്ടാണ് നീ ഇവളെ കെട്ടാത്തത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കാൻ രചനക്ക് ആകെ തൊലി ഉരിഞ്ഞു പോവാട്ടോ. അങ്ങനെ മഹേഷ് നമ്മുടെ ആകാശിൻ്റെ കഴുത്തിനെ പിടിച്ച് നല്ല 2 അടി അടിക്കുന്നുണ്ട്.
പറയുന്നുണ്ട്. അതിനുശേഷം ടി വിക്കാർത്തൊക്കെ പറയണ്ട, അതെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ടെലികാസ്റ്റ് ചെയ്യണം കേട്ടോ. അതായത് എൻ്റെ കൂടെ ജീവിച്ചിരുന്ന ഈ രചന എന്ന് പറഞ്ഞ എൻ്റെ ആദ്യ ഭാര്യ അത് കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി, എന്നിട്ട് കുഞ്ഞിനെ വേണ്ടി ഇപ്പോൾ ടി വി ഇൻ്റർവ്യൂ നടത്തുന്നത്. ഇതുപോലത്തെ വൃത്തികെട്ട ഫാമിലി വേറെ ഉണ്ടാവില്ല. ഇതൊക്കെ ടി വിയിൽ അനൗൺസ് ചെയ്യും, ടി വിയിൽ ഇൻ്റർവ്യൂ ചെയ്യും, നിങ്ങൾക്ക് റേറ്റിംഗ് അങ്ങോട്ട് കൂടി പോകും എന്നൊക്കെ മഹേഷ് പറയണം. അങ്ങനെ നമ്മുടെ മഹേഷ് പറയുന്നുണ്ട്, പിന്നെ ചിപ്പി എൻ്റെ മകളാണ്, എനിക്ക് അതിനുള്ള എല്ലാ തെളിവുകളുണ്ട് കേട്ടോ, നീ വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ചിപ്പി വേണമെങ്കിൽ പറയും എന്നൊക്കെ പറയാണ്. അങ്ങനെ ചിപ്പി പറയണ്ട, അതെ ഞാനേ മഹേഷ് ചന്ദ്രൻ്റെ മകളാണ്, പിന്നെ എൻ്റെ അമ്മ പ്രസവിച്ചത് രചന അമ്മയായിരിക്കും, പക്ഷെ എൻ്റെ ഒറിജിനൽ അമ്മ ഇഷിതാമ്മയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരോട് നിന്ന് പോകുക കേട്ടോ. നമ്മുടെ രചനയെ അവർ പോയി കഴിഞ്ഞാൽ പക്ഷെ നാണം കേട്ടല്ലോ ആകാശ്, ഇതാ ഞാൻ പറഞ്ഞത്, അവന് ബുദ്ധിയുണ്ട്. പിന്നെ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞത് ആര്, ഡോക്ടർ ഇഷിതയാ, അവരുടെ ഡോക്ടറാണെന്ന് ആകാശ് മറന്നോ? അവർക്ക് എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റും. ആകാശ് ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ തന്നെ അവൾ ആദ്യം ചെയ്തത് DNA റിപ്പോർട്ട് റിസൾട്ട് കൊടുക്കാനായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ചിപ്പി ആക്സിഡൻ്റ് ആയിട്ട് കിടന്ന ദിവസം ഇവളെന്തോ ബ്ലഡ് എടുത്ത് അന്ന് മഹേഷിന് ബ്ലഡ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അന്ന് അവൾ അത് റിപ്പോർട്ട് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ റിപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ബലത്തിൽ അവൻ കിടന്ന് തുള്ളണത്. എന്തായാലും ആ പ്ലാൻ അങ്ങ് പൊളിഞ്ഞു എന്ന് പറയാണ് രചന. ആ സമയത്ത് ആകാശ് പറഞ്ഞിട്ട്, ശരി ഈ പ്ലാൻ പൊളിഞ്ഞെങ്കിൽ പൊളിഞ്ഞു, എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിനേക്കാളും അടിപൊളി പ്ലാൻ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് മഹേഷ്, പ്ലീസ് എന്ത് പ്ലാൻ ഉണ്ടാക്കിയാലും നമ്മൾ അവസാനം തോറ്റു പോവാണ്, അതുകൊണ്ട് ഇനി ഒന്നും വേണ്ട, കുറച്ച് സമാധാനം എനിക്ക് താ മഹേഷ്, ആകാശ്. പിന്നെ ഒരു കാര്യം, ആകാശ് എപ്പോഴും എന്നെ ഇപ്പോൾ ഒരു വെപ്പാട്ടിയായിട്ട് തന്നെ വെക്കണത്. അവൻ ആ മഹേഷ് പറഞ്ഞതിൽ എന്താ തെറ്റ്? അവൻ നോക്കുമ്പോഴേക്കും ഇപ്പോഴും ഞാൻ ആകാശിന് വെപ്പാട്ടിയാണല്ലോ എന്നൊക്കെ പറയാണ്. ദേ നോക്ക് ഡാർലേ, നോക്ക് ചിപ്പി നമുക്ക് നിനക്ക് വേണ്ടേ ചിപ്പിനെ? അത് പറഞ്ഞിട്ട് ആകാശിൻ്റെ വായടപ്പിക്കണത്. എനിക്ക് ചിപ്പിനെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി നല്ല കിട്ടാനും പോകുന്നില്ല. ആകാശ് എപ്പോൾ എൻ്റെ കഴുത്തിൽ താഴ് ചേർത്തും അത് ഉടനെ ചെയ്യാം എന്ന് പറയാണ്. ഉടനെ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു 6 വർഷം ഞാൻ കാത്തിരിക്കുന്നത്, ഇന്ന് താലി കെട്ടും, നാളെ താലി കെട്ടും എന്ന് പറഞ്ഞിട്ട്. ആകാശിന് എന്നെ താലി കെട്ടാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ താലി കെട്ടാൻ ഡാർലിംഗ്, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് താലി കെട്ടാം, വിത്തിൻ 1 മന്ത് ഞാൻ നിന്റെ താലി കെട്ടിയിരിക്കും. ഓക്കെ ആകാശ് എന്ന് പറയാണ് രചന. അതിനുശേഷം മൃണാളിൻ്റെ അടുത്ത് നമ്മുടെ ആകാശ് പറയുന്നുണ്ട്, മൃണാളിനി നീ എൻ്റെ കൂടെ ഒന്ന് ഈ വിഷമം പങ്കുവെക്കാൻ വേണ്ടി വരണം എന്ന് പറഞ്ഞിട്ട് മൃണാളിനെ വിളിച്ചുകൊണ്ട് മുകളിലേക്ക് പോവാട്ടോ. ഇതൊക്കെ രചന കാണുന്നുണ്ട്. ഈ ആകാശിന് ഒരുപാട് പെണ്ണുങ്ങളായിട്ട് ബന്ധം കേട്ടോ. ഇതിൻ്റെ റീമേക്കിൽ അങ്ങനെയാണ്, ഈ ആകാശിന് ഒരുപാട് പെണ്ണുങ്ങളായിട്ട് ബന്ധമുണ്ട്. അത് ചെറുതായിട്ടൊക്കെ രചനക്ക് അറിയാം. പക്ഷേ നമ്മുടെ ആകാശ് മഹേഷ് കറക്റ്റായിട്ട് ഈ ആകാശിന് ഒരു പെണ്ണിൻ്റെ കൂടെ വേറൊരു ഹോട്ടൽ റൂമിൽ റൂം എടുത്ത് നിൽക്കണത് നമ്മുടെ രചനക്ക് കണ്ണിൽ കാണിച്ചു കൊടുക്കുക. അപ്പോഴാണ് രചന ശരിക്കും പറഞ്ഞാൽ ബോധം വരുന്നത്. അന്നാണ് രചനയുടെ സ്വഭാവം മാറി തുടങ്ങണത് കേട്ടോ. അപ്പോൾ ആ ഒരു ഭാഗം റീമേക്കിലുണ്ട്. ഇതിലെങ്ങനെയാണ് എപ്പോഴാണ് വരണേന്ന് അറിയില്ല. എന്തായാലും ആകാശ് ഈ ഒരു പ്ലാനിൽ തോറ്റ സ്ഥിതിക്ക് നാളെ വേറെ എന്തെങ്കിലും പ്ലാനായിട്ടായിരിക്കും ആകാശ് വരുന്നത്. എന്തായാലും പ്രൊമോയിൽ കാണിച്ചത് ആകാശിൻ്റെ കുത്തിനെ പിടിക്കണം മഹേഷിനും, അതുപോലെ തന്നെ മഹേഷ് ആണെങ്കിൽ DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് ഉണ്ടല്ലോ അത് ആകാശിൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയണതും, അത് മാത്രമല്ല TV ടെലികാസ്റ്റ് നടത്താൻ വന്നവരൊക്കെ അതിൻ്റെ ലൈവ് പിടിക്കണതും ഒക്കെയാണ് നമ്മൾ പ്രൊമോയിൽ കാണിച്ചത്. എന്തായാലും നാളത്തെ എപ്പിസോഡ് അടിപൊളി എപ്പിസോഡായിരിക്കും. ഇനി എന്ത് പ്രശ്നമായിട്ടും എന്ത് സംഭവമായിട്ടാണോ എന്തോ ആകാശ് വരണത്, എന്തായാലും ഇനി ആതിരയുടെ കേസായിരിക്കും വരുന്നുണ്ടാവുക, അത് ഉറപ്പാണ്. കാരണം ആതിരനെ ഇല്ലാതാക്കാൻ വേണ്ടി 2 ഗുണ്ടകൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ആ കാര്യമായിരിക്കും ഇനി അടുത്തത് വരാൻ പോകുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ നാളെ രാവിലെ കാണാം. ബൈ ബൈ.